ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങളെ ഒരു ചെറിയൊരു ലിപ്സ്റ്റിക്കാണ് കാണിക്കുന്നത് കേട്ടോ. വളരെ മിനി ആയിട്ടുള്ള വളരെ ചെറിയൊരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ബ്രാൻഡ് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജസ്റ്റ് ഹെർബ്സിൻ്റെ ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്മിറ്റിൽ നിന്നൊക്കെ കുറേ ഓഫേഴ്സും കാര്യങ്ങളിലൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. എനിക്കങ്ങനെ ഫ്രീ ആയിട്ടാണ് 16 ഷെയ്ഡ്സ് ലിപ്സ്റ്റിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മിനി ലിപ്സ്റ്റിക്ക് ആണെങ്കിൽ പോലും നല്ല കളേഴ്സാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇതൊരു ആയുർവേദിക് ലിപ്സ്റ്റിക് എന്നാണ് കൂടുതലും അറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് വന്നിട്ടുള്ളത് ഭാവന പിങ്ക് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും നമ്മളൊരു ലിപ് ബാം മസ്റ്റായിട്ട് നമ്മുടെ ലിപ്സിൽ അപ്ലൈ ചെയ്തിരിക്കണം. അതിനുശേഷം നല്ലൊരു ഫിനിഷ് കിട്ടാൻ വേണ്ടി നമ്മൾ ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് ലിപ്സ് നന്നായിട്ട് ഡിഫൈൻ ചെയ്യണം. അതിനുശേഷം വേണം നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി. ഈ രീതിക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്താൽ നമുക്ക് നല്ല ഡിഫറൻസ് നമ്മുടെ ചുണ്ടിൽ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റുന്നതാണ്. അല്ലാതെ നോർമലി നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നതും ഈ ഒരു ലിപ് ലൈനറൊക്കെ വെച്ചിട്ട് ഡിഫൈൻ ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നതും തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നല്ലൊരു ഫിനിഷൊക്കെ കിട്ടാൻ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു തരത്തിൽ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാവന പിങ്ക് എന്ന് പറഞ്ഞ ഷെയ്ഡ് നല്ല രസമുണ്ട്. എനിക്ക് അപ്ലൈ ചെയ്തപ്പം എനിക്ക് ശരിക്കും മാച്ചായിട്ട് തോന്നി. അതായത് ഫെയർ, മീഡിയം, ഈവൻ ഡെസ്കി ആയിട്ടുള്ള ആൾക്കാർക്കും നല്ല ഷെയ്ഡായിട്ടാണ് എനിക്ക് ഹോണസ്റ്റ്ലി ഫീൽ ചെയ്തിട്ടുള്ളത്. പറ്റും എന്നാണ് എനിക്ക് വിശ്വാസമുള്ളത്. അപ്പോൾ നോർമലി ഡെസ്കി ആയിട്ടുള്ള സ്കിൻ ടൈപ്പുകാർക്ക് എല്ലാ ഷെയ്ഡ്സൊന്നും പറ്റിയെന്ന് വരില്ല. പക്ഷേ ഈ ഒരു ഷെയ്ഡ് അവർക്ക് സ്യൂട്ടബിൾ ആവുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു ഷെയ്ഡ് ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചെറിയ ലിപ്സ്റ്റിക്ക് ആണെങ്കിൽ നമുക്ക് കുറച്ച് നാൾ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. തീരെ കുറവല്ല അതിലെ ക്വാണ്ടിറ്റി. എവറിഡേ യൂസിനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തീർന്നു പോകും. അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഫൈൻ, കുഴപ്പമില്ല, കുറച്ച് നാളൊക്കെ നമുക്ക് നിൽക്കും കേട്ടോ. ആ ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ. അങ്ങനെ ഫൈനലി ലിപ്സ്റ്റിക്കൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് ഷോ ഓഫൊക്കെ കാണിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ശരിക്കും നല്ലൊരു ഷെയ്ഡായിട്ടാണ് എനിക്ക് ഹോണസ്റ്റ്ലി ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 16 ഷെയ്ഡ്സാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാൻ ശ്രമിക്കാം. അപ്പോൾ കുറച്ച് നാളായി ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചിരുന്നിട്ട് ഇങ്ങനെ ചെയ്യാണ്ട് ഡിലേ ആയി പോയ ഒരു വീഡിയോ ആണ് ഈ ഒരു ലിപ്സ്റ്റിക്സിൻ്റെ വീഡിയോ. അപ്പോൾ എന്താണെങ്കിലും ഞാൻ എത്രയും പെട്ടെന്ന് ആ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ശരിക്കും അമേസിങ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ നോർമലി നമുക്കറിയാമല്ലോ ലിപ്സ്റ്റിക്കിൻ്റെ പ്രൈസിനോടൊക്കെ തീർത്തും അഫോർഡബിൾ ആണെന്നും പറയാൻ പറ്റില്ല. ഓക്കെ ഫൈൻ, അത്രയും പ്രൈസൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.